കേട്ടോ, പുള്ളിക്കാരിയാണ് എനിക്ക് വൈഫൈ ഒക്കെ തന്നത്. മനസ്സിൽ ലഡ്ഡു പൊട്ടി, മോനെ മനസ്സിൽ മറ്റൊരു ലഡ്ഡു പൊട്ടി. എപ്പോഴും കൈപിടിച്ച് മോനെ പോലെയാണ് കേട്ടോ എന്നെ കൊണ്ടു നടക്കുന്നത്. കാർലോസ് എന്ന് പറയുന്ന ആള്, പുള്ളിക്കാരൻ നമ്മുടെ ഒരു ചെങ്കൊടിയും കറുത്ത കളറും കൂടെ ഉള്ള മിക്സഡ് ആയിട്ടുള്ള ഇവിടത്തെ ആളുകളുടെ FSNL എന്ന് പറയുന്ന ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി ഭക്ഷണം കഴിക്കട്ടെ, എനിക്ക് വേണ്ടി ടേബിളൊക്കെ ഒരുക്കുന്നത്. ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ നിന്ന് വല്ല എന്ന് കഴിച്ചോളാം. ഇല്ല. ICE പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ നിയമിച്ച ഒരു സംഘടനയാണ്. ഇല്ലീഗലായിട്ടുള്ള ആളുകളെ എല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ICE പിടിച്ച് ഇവിടെ എംബസിക്ക് വേണ്ടി വന്നിരിക്കുക. വീഡിയോ തുടങ്ങിയെടുത്ത് തന്നെ ഞാൻ വീണ്ടും വീഡിയോ തുടങ്ങാണ്. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. ഞാനിപ്പോൾ ഈ സ്ഥലത്താണ് ഞാൻ കിടന്നത്. എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാലോ. ഞാനിവിടെ വന്നു പെട്ടത് എനിക്ക് അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് 2 ദിവസം കഴിഞ്ഞത്. എനിക്ക് രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി തന്നായിരുന്നു, അതായത് കുറച്ച് കട്ട് ഫ്രൂട്ടൊക്കെ. ബുenos días. Me going. Adios. ഞാൻ നമ്മുടെ വീട്ടിൽ ഇവിടെ പറഞ്ഞു, ബ്രോ ബുenos días. ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ബ്രോയാണ് എന്നെ ഹോസ്റ്റ് ചെയ്തത് 2 ദിവസമായിട്ട്. ഇനി ഫ്രാങ്ക്ലിൻ ബ്രോ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കും. എന്നിട്ട് ഞാൻ ബസ് കയറി മനാഗ്വ ക്യാപിറ്റൽ നഗരത്തിലോട്ട് പോകും. ഓക്കെ. ഇന്ന് പുതിയ വർഷത്തിലെ സ്കൂൾ തുറക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ പാരൻസും എല്ലാവരെയും ഒക്കെ കാണാൻ സാധിക്കുന്നത്. കിൻഡർ ഗാർഡൻ സ്കൂളാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ പാട്ടൊക്കെ ഇട്ടേക്കുന്നത്, എന്തോ മ്യൂസിക് ഇട്ടേക്കുന്നത്. കുറേ കുട്ടികളുണ്ട്. ഞാൻ ലിഫ്റ്റ് അടിച്ചല്ല, ബസ്സിലാണ് കേട്ടോ നമ്മുടെ ക്യാപിറ്റലിലോട്ട് പോകുന്നത്. അങ്ങനെ ബസ് കയറാനായിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പിലോട്ട് വന്നതാണ്. ഇപ്പോഴുണ്ടോ എല്ലാം നമ്മുടെ നാട്ടിലെ ബൈക്ക്, നമ്മുടെ നാട്ടിലേന്നല്ല ഇവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഹോണ്ടകളുടെയും പൾസറുകളുടെയും യമഹയുടെയൊക്കെ വണ്ടിയൊക്കെ. തുറക്കുന്ന സമയമായതുകൊണ്ടാണ്, സ്കൂൾ തുറന്നു. ഇവിടെ ബാഗ് ധാരാളം കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിനി ബസ് സ്റ്റേഷനിലോട്ട് പോകുന്നു. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ക്യാപിറ്റലിലോട്ട് പോകാനായിട്ട് ബസ് കിട്ടും. ഞാൻ ഹിച്ച് ചെയ്യുന്നില്ല. കാണുന്നതാണ് ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ട് വണ്ടി. ഇതുപോലുള്ള ചെറിയ വണ്ടികളെല്ലാം എനിക്ക് തോന്നുന്നു ആദ്യം പോകുന്ന വണ്ടികളായിരിക്കണം, ഫാസ്റ്റായിട്ട്. പിന്നെ അതുപോലുള്ള വണ്ടികളൊക്കെ സ്ലോ ആയിട്ട് നിർത്തിയേ പോവുള്ളൂ. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ലാസ്റ്റ് ഇവിടെ പറയാണ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ലിയോൺ, ഫോർ മീറ്റിംഗ് യു, ഹോപ്പ് യു wherever you go, you too. I'll miss you. ¿Cómo? I will miss you. Ok, espero que te vaya bien, donde vayas te reciban bien. I will miss you a lot too, bro. Okay. Thank you. Gracias. Gracias. പാവം കേട്ടോ ചേട്ടൻ. പ്ലാസ എസ്പാനിയയിൽ ഇറങ്ങണമെന്ന് പറയാണ്. ഫൈനലി ഹെഡിങ് ടു മനാഗ്വ. വണ്ടിയിൽ എല്ലായിടത്തും ഈ ഫ്ലാഗ് കാണും കേട്ടോ. നമ്മുടെ നിക്കാരാഗ്വയുടെ ഫ്ലാഗും FSLN ഇവരുടെ ഇവിടുത്തെ ഒർത്തേഗ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫ്ലാഗാണ് ഈ കാണുന്നത്. ഇത് ഇവരുടെ നാഷണൽ രാജ്യത്തിൻ്റെ ഫ്ലാഗ്. ഇവിടെ ആക്ച്വലി ഇവിടെ വേറെ 2 സ്ത്രീകളാണ് കേട്ടോ ഈ സീറ്റിൽ ഇരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ വീഡിയോ എടുക്കണം, നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തരാമോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി പുറകിലിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവസാനം എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി. നമ്പർ Jawoska. ¿Adónde va? Chontale. ¿Qué? Santo Tomás, ¿qué? Chontale എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് വൈഫൈ ഒക്കെ തന്നു. ഗ്രാസിയാസ്. ഹായ് ഹബ്ലർ. ഹായ് ഹോല യൂട്യൂബിൽ കേട്ടോ. പുള്ളിക്കാരിയാണ് എനിക്ക് വൈഫൈ ഒക്കെ തന്നത്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം നല്ല കമ്പനിയാണ് കേട്ടോ, നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. Me hablar YouTube influencer. ഇവരെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്കും ഞാൻ പുള്ളിക്കാരി ഒറ്റ മോളുണ്ട് കേട്ടോ, സിംഗിൾ മദറാണ്.
ഇവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും 1 or 2 കുട്ടികളൊക്കെ ഉണ്ട്, അത് സ്വാഭാവികമാണ്. അപ്പം ഞാൻ ബേബിയുടെ ഫോട്ടോ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബി ബസ് ആക്ച്വലി ഇവിടെ നിർത്തിയതാണ്. ഇവിടെ ഒരു സ്ഥലത്തായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് കമ്മീഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ഡ്രൈവേഴ്സിനൊക്കെ. പിന്നെ അതിൻ്റോടൊപ്പം തന്നെ കുറേ ഇവിടെ ഭക്ഷണമുണ്ട്. പിന്നെ ഇവിടെ കുറേ സുവനീഴ്സ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗങ്ങൾ കുറേ പശുക്കൾ, നമ്മുടെ റഷ്യയിലെ മത്തിയൊക്കെ പോലത്തെ ഇവരുടെ ഒരു സാധനം. പിന്നെ കുറേ കേക്കുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട കേട്ടോ. മനസ്സിലായല്ല? പിന്നെ ഓക്കെ. ബദാമിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ഞാൻ ആൽമണ്ട് കൊടുത്തപ്പോൾ അവർ ബദാമിനെ കുറിച്ച് എന്തോ പറയുവാണ്. അടുത്ത് നീല ഓട്ട, പച്ച ഓട്ട, ചുവന്ന ഓട്ട, ഓട്ടകൾ കേട്ടോ. ലാപ്പസെൻട്രോ, ഈ സ്ഥലത്തിന്റെ പേരാണ് ലാപ്പസെൻട്രോ. നമ്മുടെ ഒരു ഇതാണ് കേട്ടോ, നമ്മുടെ അഗ്നിപർവ്വതമാണ് കാണുന്നത്, വോൾക്കാനോ. ഇതോ നമ്മുടെ അമേരിക്കയുടെ എന്തോ ആണല്ലോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ എനിക്കൊന്ന് ഡിപ്ലോമാറ്റിക് മിഷൻ വല്ലതും ആണോ, ഇവരുടെ എന്തോ സംഭവമാണ് കേട്ടോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ. 2 മണിക്കൂറിന് ശേഷം മനാഗോ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയുടെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. എന്റെ സംസ്ഥാനത്തിനെ പറഞ്ഞു കൊടുക്കുവാണ്. Bienvenido. Cerca de la playa, vive. Playa, sí, playa, sí, mucho bandina, plantain, sí, mucho bien, comida mucho bien. Sur de la India, comida mucho bien. Norte India, comida. Sur de la India, ¿qué país queda? ¿Ah? Al sur de la India, ¿qué país queda? O sea, capital sur de la India. Mi casa. Próximo país después de India. No. Mi próximo Costa Rica. No. Usted ahorita, pero. മനാഗോ സിറ്റി ആക്ച്വലി ഈ ഒരു രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയത് ഏകദേശം 1850 എന്തോ ആണ്. അതായത് ഇവിടെ ഒരു വോൾക്കാനോ ചുറ്റും കിടക്കുന്ന ഒരു സ്ഥലമാണ്. വോൾക്കാനോ വന്ന് പൊട്ടി പിന്നെ അവരുടെ സിറ്റി എന്താ പറയുക, അവിടെ തന്നെ പണിത് തീർക്കാതെ ഇവർ സിറ്റിക്ക് പുറത്തോട്ടൊക്കെ ഇവർ പടർന്നു കേട്ടോ ഈ നഗരം. അതുകൊണ്ട് മനാഗോ വലിയൊരു നഗരം പോലെയാണ്. ഒരു ഡൗൺ ടൗണെ കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഒരു ഇതല്ല കേട്ടോ, ഒരു ഫ്ലറിഷായി കിടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ യെസ്, ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബ്രോന്റെ അമ്മ ആൻറ്റിയെ വിളിച്ചു. എന്നിട്ട് അവരുടെ അമ്മയുടെ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പയ്യനുണ്ട്, വരുന്നു, നീ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇന്നലെ ആൻറ്റിയെ വിളിച്ചു. ആൻറ്റി എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം, അമ്മ അതിനെക്കാട്ടി സ്നേഹം. അമ്മയെ കാണിച്ചു തന്നിട്ടില്ല നിങ്ങളുടെ അടുത്ത്, കാരണം അമ്മ വേറൊരു വില്ലേജിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പം ഞാൻ ആൻറ്റി എന്നെ ബസ് സ്റ്റോപ്പിൽ വരും, എനിക്ക് എംബസിയിൽ പോകണം. ഞാൻ പറഞ്ഞു ഞാൻ എംബസിയിലൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് വന്നോളാം. അത് പറഞ്ഞില്ല, നിന്നെ വിളിക്കാൻ വേണ്ടി വരും, ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നെ വിളിക്കാൻ വേണ്ടി വരും. എന്നിട്ട് ഞാൻ നിന്നെ എംബസിക്ക് കൊണ്ടുപോകും, എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവരെല്ലാവരും കൺഫ്യൂസ് ആയിട്ടിരിക്കുക. ബിയൻ നീ റാപ്പിഡോ സി ഫാസ്റ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. സുർദല ഇന്ത്യ ഇതാണ് കേട്ടോ നമ്മുടെ ആന്റിയെ കണ്ടു. ബിയൻ എന്നെ വിളിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നു. ഇവിടെ നമ്മുടെ ഒരു കൊച്ചുകുട്ടി കൂടെ ഉണ്ട്. ഹോലാ, ¿cómo estás? കൊളോണിയ, ഇത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് സംഭവം. കൊളോണിയൽ സമയത്തുള്ള ബിൽഡിംഗ് ആണ്, അതുകൊണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള പേര് തന്നെയാണ് കേട്ടോ ഇവരിവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മളിനി വീട്ടിലോട്ട് നടന്നു പോവുക. ആദ്യം ആവി. Yo me llamo Nidia. നീതിയ. Sí. നീതിയ, ഇത് Ría. നീതിയ എന്ന് പറയുന്നത് നദിയ എന്നാണ് കേട്ടോ അവരുടെ പേര്. നദിയ എൻ്റെ ഇത്താടെ പേര്, ചേച്ചിയുടെ പേര് ആവി. നീതിയ. വഴിയിലൊക്കെ കൊച്ചു തെങ്ങുണ്ട് കേട്ടോ. നമ്മുടെ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന തെങ്ങാണ് ഈ കാണുന്നത് നമ്മുടെ സ്ട്രീറ്റ്. അല്ല, ഇവിടെ കുതിര, വഴിയിൽ നടക്കാനുള്ള സ്ഥലത്ത് കുതിരയൊക്കെ കെട്ടിയിട്ടേക്കുന്നു. നമ്മൾ വീട്ടിലോട്ട് നടന്നു പോവുക. പുള്ളി കാറിൻ്റെ ഡിക്കിയിൽ പച്ചക്കറികളെല്ലാം തൂക്കി വിറ്റ് കൊണ്ടുപോവുക. അതോ ഡിക്കിയിൽ കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെ മോട്ടോർ ബൈക്കിലാണ് കേട്ടോ അവർ, ടാക്സി പോലത്തെ സാധനം. ബിയൻ
നമ്മുടെ മോട്ടോർ ബൈക്ക് ഘടിപ്പിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ അവർ ഇരിക്കാനുള്ള ഇത് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ടാക്സി സംവിധാനം. Sí. Muy bien. Espérame, te la puedo poner en altavoz. Ay, mira. നമ്മുടെ ബ്രോന്റെ അമ്മ വിളിക്കുവാണ് കേട്ടോ, എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. സഹോദരിയുടെ അടുത്ത് എത്തിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, എന്നെ ഭയങ്കര ഇഷ്ടമുള്ള അമ്മ. ആ Sí. Ok. Sí. Es que muchas gracias. Sí. വീടെത്തിന്ന് വന്നു. വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചെടികൾ. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഗ്രാസിയാസ്. ഇതാണ് കേട്ടോ, ഇവിടെ എല്ലാ വീട്ടിലും ഇതുപോലുള്ള ഒരു ചെയർ കാണും, ഫ്രണ്ടിൽ ഇങ്ങനെ ചാരി ഇരിക്കാൻ വേണ്ടി. എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അപ്പുറത്തെ വീട്ടുകാരെന്തോ പോലെ നോക്കുവാണ് കേട്ടോ. അവർ ഇവൻ ആരാ, ഇവൻ എവിടെ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ നിന്ന് നോക്കുക. Bienvenido casa. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ വീട്. നേരെ പോകുമ്പോൾ വീട്ടിൻ്റെ പുറം ഭാഗത്തോട്ടാണ്. കൊള്ളാമല്ലോ സ്ഥലം, നല്ല അടിപൊളി സ്ഥലം. എനിക്ക് അവരുടെ വീട്ടിൻ്റെ എല്ലാ വീട്ടിനും ഇതുപോലൊരു കോമ്പൗണ്ടാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സ്ഥലത്ത് തന്നു, കാരണം ഇവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു അവർക്ക് സ്ഥലമുള്ളത്. ഇവിടെ ആരും ഇല്ലാന്ന് തോന്നാം കേട്ടോ. എന്തൊരു ചൂട്. ഇവിടെ എല്ലാ വീട്ടിലും കണ്ടില്ലേ ഹാമോക്ക് അവർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം. ഇവിടുത്തെ ഒരു ഹൗസ് ടൂർ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇവരുടെ വീട്. ഇവിടെ നമ്മുടെ മോൾ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ദി എക്സ്ട്രാനോ ദിയാന, ഐ മിസ് യു ദിയാന എന്നാണ് കേട്ടോ. ദിയാനിത്ത തിയാമോ. ഇവിടെ അമ്മ എന്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്ലാന്റീനോ, പ്ലാറ്റീനോ മൈ ഫേവറേറ്റോ. എനിക്ക് തോന്നുന്നു അമ്മ ഇന്നലെ വിളിച്ച് പറഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ് പ്ലാറ്റിനോ എന്ന്. കേസോ വേണ്ട, ഇവിടെ പ്ലാറ്റിനോ. ഇവിടെ എന്തോ ന്യൂസ് എന്തോ കേട്ടോണ്ടിരിക്കുകയാണോ. റോസ്. നമ്മുടെ ചോറ്, റൈസ്, ഫ്രിഹോൾ എന്ന് പറഞ്ഞാൽ ബീൻസ്, പിന്നെ ഇത് നമ്മുടെ ചീസാണ് കേട്ടോ. ഇവിടെ റൈസും ബീൻസൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം. നോക്കി, ഒരു നല്ല മനോഹരമായിട്ടുള്ള പാവ. ഇതാണ് കേട്ടോ ഇവരുടെ വീട്. ഇവിടെ ഒരു കിക്ക് സ്കൂട്ടറൊക്കെ ഉണ്ടല്ലോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാം ആൻഡ് ഗോയിറ്റ് ആയിട്ടുള്ള ഏരിയ. പ്ലാറ്റനോ, റോസ്, ഫ്രീഹോളെ, ചീസോ, queso frito, ചീസാണ് കേട്ടോ. ¿Tú comida? Ok, muchas gracias. ഓക്കെ, sí. ഞാനിപ്പോൾ ഇനി ഭക്ഷണം കഴിക്കട്ടെ. എനിക്ക് വേണ്ടി ടേബിളൊക്കെ ഒരുക്കിട്ടത് ഞാൻ പറഞ്ഞു വേണ്ട, അവിടെ നിന്ന് വല്ല ഇരുന്ന് കഴിച്ചോളാം. ഇല്ല എന്ന് കേട്ടോ. നല്ല ഇഷ്ടമുണ്ട്. അടിപൊളി. ഒക്കെ ഫസ്റ്റ് ദിവസമാണ് കേട്ടോ ഇവരുടെ സ്കൂളിൽ പോകുന്ന ഫസ്റ്റ് ദിവസം. അവളെന്തോ അപ്പുറത്ത് ജനലിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു അപ്പുറത്തെ റൂമിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി എംബസിയിലോട്ട് പോവാണ്. ഓരോ കുട്ടികളായിട്ട് എല്ലാവരും രാവിലെ സ്കൂളിൽ പോകണം കേട്ടോ. ഇവിടെ രാവിലെ കുട്ടികൾക്ക്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂള് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ രാവിലെയും ഉച്ചയ്ക്കൊക്കെ ആയിട്ടാണ് സ്കൂൾ സംവിധാനം. വമോസ് എംബഹാദ. അയൽവക്കക്കാരോടെ സംസാരിക്കുകയാണ് കേട്ടോ. Hola. Como mi hija. Como mi hija. Mi hija, ella. Okay. Hola. Bueno. ാണ് കേട്ടോ ഇവരുടെ യൂണിഫോം വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ ഇടുന്ന പോലത്തെ ഫ്രോക്ക് ഇല്ലേ, അതാ. സെൻട്രൽ അമേരിക്കയിലേക്ക് വീടുകളൊക്കെ ഇതുപോലെയാണ് കേട്ടോ. എല്ലായിടത്തും പല വ്യത്യസ്തമായിട്ടുള്ള കളർ അടിച്ച്, അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഈ കാണുന്ന തെരുവുകളൊക്കെ കാണാനായിട്ട്. എല്ലാ വീടുകളിലും ഷീറ്റാണ് കേട്ടോ, മുകളിൽ ഷീറ്റ് വെച്ചിട്ടുള്ള വീടുകളാണ്. ഇപ്പോഴത്തെ സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഗവൺമെൻറ് സ്കൂളാണ് സംഭവം. ഒരു ചെറിയൊരു സ്കൂൾ കേട്ടോ, LP സ്കൂളാണെന്ന് തോന്നുന്നു. അമ്മമാരെല്ലാവരും ആദ്യത്തെ ദിവസമായിട്ട് ക്ലാസ്സിൽ വിടാൻ വേണ്ടി വന്നതാണ്. കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട് സ്കൂളിൽ. ഒരു ചെറിയൊരു ക്യാൻറ്റീനൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടി.
ഇതാണ് ഇവരുടെ സ്കൂളെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ ഇവരുടെ ഒരു ചെറിയൊരു ക്ലാസ് റൂം. കുട്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇവരുടെ ഒരു ബോർഡ്, ബിയൻവെനീതോ, കുട്ടികൾക്ക് വേണ്ടി 26 എനേറോ 2026 പുതിയ വർഷം പ്രീമിയർ ദിയ ക്ലാസ്, ആദ്യത്തെ ദിവസം, ക്ലാസ്സിലെ ആദ്യത്തെ ദിവസം. ഇതാണ് കേട്ടോ ഇവരുടെ നാഷണൽ ചിഹ്നം, സെൻട്രൽ അമേരിക്ക റിപ്പബ്ലിക് ഓഫ് നിക്കാരാഗുവ. ഇതിവിടെ നാഷണൽ ബോർഡാണ് ഈ കാണുന്നത്. നാഷണൽ ഫ്ലവർ, നാഷണൽ സിംബലാണ്, നാഷണൽ ഫ്ലാഗ്. കുട്ടികൾ വരച്ചു വെച്ചിരിക്കുന്ന എപ്പോഴും മോനെപ്പോലെയാണ് കേട്ടോ. എന്നെ എപ്പോഴും കൈപിടിച്ചുകൊണ്ടോ തൂ മീ മമ്മ എല്ലാം എപ്പോഴും റോഡിൽ കൂടെ നടന്ന് എപ്പോഴും കൈപിടിച്ച് മോനെ പോലെയാണ് കേട്ടോ എന്നെ കൊണ്ടു നടക്കുന്നത്. കാണുന്നതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്, നമ്മുടെ ബസ് കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇവിടെ. അതിനോടൊപ്പം തന്നെ ഇതാ കുറേ ഓട്ടോകൾ അവിടെ കിടക്കുന്ന കാണാം. ടാക്സി സ്റ്റാൻഡ് നമ്പർ വെച്ചിട്ടാണ് ബസ് ഓടുന്നത്. ഇതാ കാണുന്ന ബസ്സിൽ നമ്പർ കാണാൻ സാധിക്കും. ഇന്നോട്ട് ഇനി തിരക്കായിരിക്കും കേട്ടോ, കാരണം സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നതൊക്കെ ആയതുകൊണ്ട്. അതാ എന്തൊരു വെയിലോട്ടോ, വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ബസ്. ഇനി ബസ്സിൽ കയറുന്ന ആളുകൾ പൈസയും കോയിനും ഇവിടെ നോക്കിക്കോ. നല്ല രസമുണ്ട് കേട്ടോ കോയിൻ ഇട്ട് വെച്ചിരിക്കുന്ന ഇത്. ആളുകൾ പൈസ കൊടുക്കുമ്പോൾ അവർ അതിൽ എടുത്ത് കിട്ടും കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി. അവിടെയും ഇവരുടെ രാജ്യത്തിൻ്റെ ഫ്ലാഗ്, ഇവരുടെ പാർട്ടിയുടെ ഫ്ലാഗ്, എല്ലായിടത്തും പാർട്ടിയുടെ ഫ്ലാഗ് മുഖ്യം ബിഗിലേ. ഇവിടെ എല്ലായിടത്തും ട്രാഫിക് സിഗ്നലിലാകുമ്പോൾ കാർ വാഷ് പരിപാടി. ഇത് ഇവരെത്ര പൈസ ഉണ്ടാക്കുന്നതാണ് ഡെയിലി. ആ കാണുന്നത് ഇവരുടെ വിപ്ലവ നായകരുടെ ചിഹ്നമാണ് കേട്ടോ. അവിടെ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ്. ഒരു സ്ട്രീറ്റിൽ തന്നെ ട്രാഫിക് സിഗ്നലിൽ ഇതുപോലെ പേരയ്ക്ക, വെള്ളം ഇതൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. ഇത് വേറൊരു ബസ്സാണ് കേട്ടോ. അപ്പം നമ്മൾ വേറൊരു ബസ് എടുത്തിരിക്കാം. ടാക്സിയിൽ അവസാനം പിടിച്ചിരിക്കാൻ പറയാം കേട്ടോ. ഞാൻ വീടൊന്നും മേടിച്ച് ഇന്ന് ഞാൻ വെനിസ്ല എംബസിയുടെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നു. അവസാനം നമ്മുടെ എംബസി ക്ലോസ് കേട്ടോ. ഇനി നാളെ ഓപ്പൺ ചെയ്യുള്ളൂ. ഈ കാണുന്നതാണ് രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ കേട്ടോ. ഇപ്പം നാളെ വെളുപ്പാലത്ത് എണീറ്റിട്ട് നാളെ വരണം. ഇതൊക്കെയാണ് കഷ്ടം. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ വിഷമം പറഞ്ഞ ആളുകൾ തെറി വിളിക്കും. ഇന്ന് ഞാൻ ഒരു ഹിന്ദിക്കാരൻ യൂട്യൂബർ ഉണ്ട് കേട്ടോ. പുള്ളി യൂട്യൂബറാണ്, പുള്ളി ട്രാവലറാണ്, സൈക്കിൾ ഓട്ടി ലോകം. പുള്ളി 100 കൂടുതൽ രാജ്യം പോയിട്ടുണ്ട്, 100-150 രാജ്യം പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് പുള്ളി എൻ്റെ അടുത്ത് വിസയുടെ ഇതിനു വേണ്ടി എൻ്റെ അടുത്ത് വിളിച്ചിരുന്നു. പുള്ളിയും സൗത്ത് അമേരിക്ക ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ഏതൊരു വിസ ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ബ്രോ എന്ത് ചെയ്യാം, നമ്മുടെ ഭാഗ്യക്കേടല്ലേ. അപ്പം ബ്രോയും പറഞ്ഞത് അതെ, നമുക്ക് അവസ്ഥയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ബ്രോ എന്നിട്ടും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാലും തെറിവിളി കിട്ടുമെന്ന്. അപ്പം പുള്ളി പറയാ, അത് നീ പറയണം, എന്തിനാണ് പറയാതിരിക്കണം. എനിക്ക് ചില സമയത്ത് എൻ്റെ ഇമോഷൻസ് ഒക്കെ പറയാൻ തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ഇവിടം വരെ വന്നു കേട്ടോ. എന്നെ കുറിച്ച് എന്ത് സംസാരിക്കാം? എനിക്കത് വേറെ ആരോ വെനിസ്ലക്കാരന്മാരാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഇരിക്കുന്ന എംബസിയുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അവർക്കും സൗകര്യം കിട്ടാതായി പോയി. ഇതാണ് നല്ല രസമുള്ള എംബസി. ഇവിടെ കുറേ ആട്ടിൻകുട്ടിയൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ സെക്യൂരിറ്റി ചേച്ചി. ലോസേ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നതാണ് കേട്ടോ. എൻ്റെ സ്പാനിഷ് ഭയങ്കര ഇമ്പ്രൂവ് ആയി. ഓക്കെ, നോസ് മാമോസ്. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞപ്പം പോലീസുകാരി ഉടനെ ജാക്കറ്റൊക്കെ ഊരിയിട്ട് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേട്ടാ. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കാമെന്ന്. എന്തൊരു വെയില്. ബ്രോ, ഹൗ ആർ യു? I'm good. What's your name? Jean. Mahin. Nice to meet you, Mahin. Mucho gusto. Your name? Luis Fernando. Luis Fernando. Where you live? What? Where do you live? Where you live? Unido Estate? What? Unido Estate?
United States. You why? Deport? Deport. Trump. Deport Yeah. to the Mexico. Bro. I see. Yeah. No lie. United States, no lie. No like Venezuela. They No, yeah. Maduro. Maduro ya Ah, está no. preso. Maduro. Maduro ya está en the jail. Maduro, yeah. In the jail in the United States. You like Maduro? No, no. No, lie. nobody like. Venezuela fuck. Maduro. Fuck no, bro. Oh my god. You, how are you? I'm good. I want to get visa. I want to go to Venezuela. Oh, Venezuela, that's fine. I started my trip in United States. Yeah. Then I went to Mexico, Belize, Guatemala, El Salvador, Honduras, here, Nicaragua. Belize, that's fine. Venezuela is the woman that's the beautiful. Yeah. Beautiful. I saw you looking at one girl. Que salude. Hola. ഏതൊരു The woman de Venezuela is beautiful, very beautiful. So Ah. very babies. Some baby beautiful and the white and blue eye. Yeah. വെനസ്വലൻ സ്ത്രീകൾ നല്ല സുന്ദരിമാരാണ് അവര് പറയുന്നത്. And the beach de Venezuela son light, very light. Ah, yeah. The food Comida. is good. See the food, the ladies, they're working. So Everything good. Travel, everything that's good. ഇവർ ആക്ച്വലി ട്രംപ് ഉണ്ടല്ലോ, മറ്റേ ഐസ് ഉണ്ടല്ലോ, ഐസ് എന്ന് പറയുമ്പോൾ ICE, പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നപ്പോൾ നിയമിച്ച ഒരു സംഘടനയാണ്. ഇല്ലീഗലായിട്ടുള്ള ആളുകളെ എല്ലാം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ICE പിടിച്ച്, ICE ആണ് ഇപ്പോൾ ഒരാളെ വെടിവെച്ചൊക്കെ കൊന്നത്. നിങ്ങൾ കേട്ടിട്ടാണല്ലോ, ഭയങ്കര വിവാദമായത് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടാക്കിയ ഈ ഒരു സംഘടന. അപ്പോൾ ICE ഇവരെ പിടിച്ചു ഡീപ്പോർട്ട് ചെയ്ത് മെക്സിക്കോയിൽ അയച്ചു. പിന്നെ മെക്സിക്കോയിൽ നിന്ന് ലാൻഡ് ചെയ്ത് എന്നെ പോലെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഇനി എംബസിയിൽ നിന്ന് എനിക്കൊന്ന് ഇവർക്ക് ഡോക്യുമെന്റ് എന്തെങ്കിലും പുതുക്കി അവരുടെ നാട്ടിലോട്ട് പോകാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം കേട്ടോ. ഇവിടെ എംബസിക്ക് വേണ്ടി വന്നിരിക്കുക. Alhamdulillah. Alhamdulillah. Yeah. Shukran. Arabic. Gracias. Gracias. Where in America you work? United States. And 3 years. 3 year? 3 years working in United States. Which place? And Which place? Situado. New York. New York. New York City. New York. The Bronx. I'm in Orlando, Florida. Florida. Okay. Colorado. Okay. United States is that fine, pero Trump problem. No lie, bro. Trump doesn't like very any. problem. Ice very problem. കേട്ടോ. Food no good. Food no good. Nah, only McDonald's, only KFC, only no good. Nothing. We will meet in Venezuela. Yeah, Venezuela. We will meet in Venezuela. You go Venezuela, I go Venezuela. We meet. Yeah, nice to meet you, brother. Mucho gusto, amigo. Nice to meet, brother. My house, my family, my food. You text me, a la orden. Amigo, see you. See you, my brother. Take care. എനിക്ക് പുതിയ വെനസ്വലയിലെ ഹോസ്റ്റലിനെ കിട്ടി. You are too baby, bye. Bye. Mire que bye, Bárbara. പുള്ളിക്കാരന്റെ ഗേൾഫ്രണ്ട് ആണത്. ബൈ, അഡിയോസ്. Puede que va a salir por YouTube. അഡിയോസ്. Adiós, bro. Uno de los muchachos se va a ir el jueves. Uno de los dos. ഒരു വൈബാണ് കേട്ടോ. പ്രോബ്ലമാ, mucho problem. Tú? No? Okay, then I use. Okay. Me no sul. Ha. No sul. ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, ഇവിടെ എനിക്ക് സ്പാനിഷ് അറിഞ്ഞൂടാ. നമ്മൾ എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ രാഷ്ട്രീയവും പൊളിറ്റിക്സും ഇതൊന്നും അല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ബളബളബള അടിച്ചിട്ട് പോകും കേട്ടോ. ഫാമിലിയ മൊറാലസ് പോളിസ്, ഏതൊരു നല്ലൊരു വലിയ ഫാമിലിയുടെ റിച്ച് വീടാണ് കേട്ടോ. ഈ കാണുന്നത് എംബസികളും ഡിപ്ലോമാറ്റിക് മിഷനൊക്കെ ഉള്ള ഒരു ഏരിയാസാണ്. അതുകൊണ്ടാണ് ഇത്ര ക്വയറ്റ്, നല്ല മനോഹരങ്ങൾ, അച്ചടക്കം ഉള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ മരിക്കുന്ന കഴിച്ച വെറും വിഷം ഇതാണ്. ദിസ് Pícaro. സി എന്തോ
ഒരു നല്ല രസമുള്ള ഫ്രൂട്ട്. ഇത് മാങ്ങ. മാങ്ങ Este es mango. മാംഗോ മാംഗോ മൈ ഫേവറേറ്റ്. ഇത് മാംഗോയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ അവക്കാദോ കണ്ടില്ലേ? ഹോല ഹോല ഫോട്ടോ. ഇവിടുത്തെ അവക്കാദോ കണ്ടില്ലേ? ഇതിനെ കാട്ടി വലിയ അവക്കാഡോകൾ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ പപ്പായയും ഭയങ്കര വലുതാണ്, പക്ഷെ അതേസമയം പുറത്തിച്ചൊക്കെ വളരെ കുഞ്ഞാണ് കേട്ടോ. കുഞ്ഞ് പിന്യ പ്ലാറ്റിനോ ബനാനോ നാരങ്ങ അവക്കാദോ Mandarina. മന്ദറീന. ആ Mandarina. ഇത് ഓറഞ്ചിന് മന്ദറീന, അത് പ്ലാറ്റാനോ. വണ്ടി എടുത്ത് മെട്രോ സെന്ററിലോട്ട് പോവാണ്. നമ്മുടെ ഈ സിറ്റിയിൽ നോക്കിയാലും താങ്ങ് ദൂരെ കാണുന്നത് ഇവരുടെ വോൾക്കാനോയാണ് കേട്ടോ. വോൾക്കാനോ കാണുന്നത് ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടലാണ്. ഇത് അതിനോടടുത്തായിട്ട് മെട്രോ സെന്റർ. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സെന്റർ, ഷോപ്പിംഗ് സെന്റർ പ്ലസ് ഒരു മോളാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ അങ്ങനെ അധികം ഡൗൺ ടൗണോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഈ ബസ് ഹോൺ അടിക്കുന്നുണ്ടില്ലേ, ഭയങ്കര ഹോണാണ്. അവിടെ നമ്മുടെ ഇവരുടെ ഒരു നാഷണൽ ഫ്ലാഗ്, ഒരല്ല ഒറ്റ ഫ്ലാഗേ ഉള്ളൂ ഇവർക്ക് നാഷണൽ ഫ്ലാഗ്. ആ കാണുന്ന ഫ്ലാഗ് പാറി പറക്കുന്നത് കാണാം. എൽ സാൽവഡോർ ഫ്ലാഗ് കാണുമ്പോഴും നമ്മുടെ ഈ ഫ്ലാഗ് കാണുമ്പോഴും ആരും തെറ്റിദ്ധരിക്കരുത്, രണ്ടും ഒരുപോലത്തുള്ള ഫ്ലാഗാണ്. ഈ കാണുന്നത് ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടല്. ഒരു ദിവസം ഞാൻ ലോട്ടറി അടിച്ച അമ്മേനെ ഇവിടെ കൊണ്ടുവന്ന് താമസിക്കും. ഊനോ ദിയാസ് തു ലോസെ ലോട്ടറി jackpot lottery money lottery uno de translate ചെയ്യട്ടെ. Lotería. mi uno días lotería mi vamos Nicaragua Managua mi tú Hotel. okay uno din mi promise okay. ഞാൻ പറഞ്ഞ ഒരു ദിവസം എന്തായാലും അത് ഞാൻ വാക്ക് കൊടുത്തതാണ്. ഞാൻ എന്തെങ്കിലും ലോട്ടറി അടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പണക്കാരനാണെങ്കിൽ നിക്കോരഗയിൽ വന്നിട്ട് ഈ കാണുന്ന ഹോട്ടലിൽ പോയിട്ട് സ്റ്റേ ചെയ്യും. ഇവിടെ മെട്രോ സെന്ററിൽ നമ്മുടെ ഇവിടുത്തെ അമ്മയായിട്ട് ഞാൻ അതാണ് കേട്ടോ ഞാൻ വാക്ക് കൊടുത്തത്. ഇവിടെ അങ്ങനെ അധികം വിദേശികളൊന്നുമില്ല, വളരെ കുറച്ച് വിദേശികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. മനാഗോയിൽ ക്യാപിറ്റൽ ആണെങ്കിലും പൊളിറ്റിക്കൽ പരമായിട്ടുള്ള തലസ്ഥാനമൊക്കെ ഇത് തന്നെയാണ്. ബട്ട് ഹിസ്റ്റോറിക്കൽ പരമായിട്ടും അല്ലെങ്കിൽ കൊളോണിയൽ പരമായിട്ടൊക്കെ ഉള്ളത് ഗ്രനേഡയിലും നമ്മുടെ ലിയോണില്ലേ ഞാൻ വന്ന സ്ഥലം അവിടെയൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത്. നമ്മുടെ ബ്രാൻഡ് ഷോറൂമുകൾ അതൊക്കെയാണ് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലെ ആ ഒരു സെയിം മോള് തന്നെയാണ്. പല രീതിയിലുള്ള ബ്രാൻഡ് ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. താഴെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ അവിടെ ആയിട്ടുണ്ട്. നമ്മുടെ ടോമി ഹിൽഫിംഗർ, പിന്നെ ഇവിടുത്തെ കുറേ എൽഗാലോ മസ്കാലോ, അത് ഇവിടുത്തെ ബ്രാൻഡാന്ന് കേട്ടോ. ചൈനീസ് അല്ലാന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ മോളുകൾ സംഭവങ്ങൾ. ഒരു കടകളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുഡ് കോർട്ടിലെ തിരക്ക് കണ്ടോ. കടകളില്ലാന്നല്ല, അങ്ങനെ ഇതുപോലുള്ള ഒരു വലിയൊരു സെൻറ്റർ ഭാഗം ഇവർക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ. കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. ഞാൻ അവസാനം കുറച്ച് ഡോളർ മാറ്റാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇവിടുത്തെ വെസ്റ്റേൺ യൂണിയനിൽ. വെസ്റ്റേൺ യൂണിയൻ എയർ പാർക്ക് എല്ലാ സംവിധാനവും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കുറച്ച് പൈസ മാറ്റിയിട്ട് $1 മാറ്റിയാൽ നമുക്ക് ഇവിടുത്തെ ലോക്കൽ മണി അത് അത്രയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ മെട്രോ സെന്ററിൽ ഇതൊക്കെ കഴിഞ്ഞു. ഇവിടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുറേ കച്ചവടക്കാരാണ് ഇതൊക്കെ വിൽക്കാനായിട്ട്. ഇവിടെ കണ്ണാടികൾ, ഇവിടെ എന്തൊക്കെയോ വിൽക്കാനായിട്ട് ഇരിക്കുന്ന ഇതാണ് കേട്ടോ. കുറേ തട്ടുകളുണ്ട് മെട്രോ സെന്ററോടെ ഫ്രണ്ടിലായിട്ട്. രണ്ടുപേരെ സംസാരം എല്ലാവരും ഇങ്ങനെ സ്ട്രീറ്റിൽ നിന്നുള്ള നോക്കുവാണ്. എന്നിട്ട് എല്ലാവരും ചോദിക്കുക ഇവ എവിടെ നിന്ന് വന്നത്, എന്താണ്. നമ്മൾ രണ്ടുപേരും ബ്രോക്കൺ ഭാഷയിൽ സംസാരിക്കുകയാണ്. ബസ് വന്നു. ബസ്സിൽ കൊടുക്കുന്നതെന്ന് പറയുമ്പം 5 ആണ് കേട്ടോ. 5 കുറഞ്ഞ രൂപയാണ് കൊടുക്കുന്നത്. 5 കുറഞ്ഞ രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 12,000 രൂപയാണ്. ഇവിടെ ബസ്സിനൊക്കെ ചീപ്പാണ്. ബട്ട് അതേസമയം ലിയോണിൽ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. എല്ലാവരും ലൈനിൽ നിന്ന് കയറുന്നുണ്ടോ. ഹിന്ദു ലാംഗ്വേജ് മീ സോയ്തല ഇന്ത്യ സുർതല ഇന്ത്യ Surtala India. No Hindi. Different. Todos India language different. Todos estados different. ഇവിടുത്തെ
ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. ബീച്ച് എന്ന് പറയുമ്പം ഇവിടുത്തെ ലേക്കുണ്ട്. ലേക്കിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബീച്ചിലോട്ട് നമ്മൾ പോവാണ്, ലേക്കിന്റെ തീരത്തോട്ട് പോവാണ്. ഈ നടുക്ക് കാണുന്ന ഒരു പാർക്ക് പോലെയാണ് കേട്ടോ. നേരെ കാണുന്നതാണ് നമ്മുടെ പ്ലായ, അതായത് നമ്മുടെ ബീച്ച് ഭാഗം. കണ്ടോ? ¿Perdón? Los viejitos, ahí me pago yo. Ahora vamos a tener para el malecón. Vamos. 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 Mi language va puang. Hablar va puang. Papúa. Va puang. Papúa. Va puang. Papúa. Yes. അയ്യോ, ഞാൻ ഇങ്ങനെ പോയാൽ സ്പാനിഷ് എന്തായാലും പഠിക്കും. ഈ കാണുന്നത് എനിക്ക് നെറ്റില്ലാതായി പോയി കേട്ടോ. ChatGPT അടുത്ത് ചോദിക്കണമായിരുന്നു. ഈ കാണുന്ന എല്ലാ നഗരങ്ങളിലും ഇവര് ഈ ചിഹ്നം എന്തിനാന്തോ കേട്ടോ. ഇതൊരു വെറുതെ ഒരു ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണോ അതോ ഇതിന്റെ അർത്ഥത്തിൽ മീനിങ് ഉണ്ടോ? എല്ലാ നഗരത്തിലും എല്ലാ സെന്റർ ഭാഗത്തും അവിടെ കണ്ടില്ലേ വെള്ളം ഒഴിക്കുന്ന, നോക്കിക്കേ ചെടിക്ക്. എല്ലായിടത്തും അതുപോലുള്ള ഒരു സാധനം കാണാം. ദാ ഇവിടെയും കാണാൻ സാധിക്കും. Significado, ¿qué significado? Árbol de la vida. Arbola ആണ് കേട്ടോ ഇത്. De la Chayo. De la Chayo. ഏതാണോ? De Daniel, presidente. പ്രസിഡന്റ്. എന്തോ ഉണ്ട് കേട്ടോ, സിഗ്നിഫിക്കേഷൻ ഉണ്ട് എന്തോ. നമ്മുടെ പ്രസിഡന്റിന്റെ ഭാഗമായിട്ട് എന്തോ സാധനം ഉണ്ട്. വാ പോവാം, വാ. ഓക്കെ. തൂ ഫോട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഒരു സെന്റർ പാർക്കാണ്, ഇവിടത്തെ ഒരു സെന്റർ പാർക്ക്. അതിന്റെ അപ്പുറത്തായിട്ട് ഇതുണ്ട്. ബാൻഡ മ്യൂസിക് ഫൗണ്ടൻ. വൈകിട്ട് ഫൗണ്ടനും ബാൻഡൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഓ ഞാൻ എക്കോ ഉണ്ടോ എന്ന് പരീക്ഷിച്ചാണ് കേട്ടോ, ബോബോ അടിച്ചിട്ട്. എക്കോ. ഹലോ Nidia. Hello Nidia. Hola. എക്കോ കേട്ടോ, നല്ല എക്കോ. ഹലോ. Sí. ഇവിടെ ഇവരുടെ ഒരു മോണുമെന്റ്, നാഷണൽ മോണുമെന്റ്. ആ കാണുന്നത് പാലസ്. കാണിച്ചു തരാം എല്ലാം. ഇവരുടെ പാർട്ടി പതാകയും ഇവരുടെ രാജ്യത്തിന്റെ പതാകയും ഞാൻ ചുമ്മാ വെറുതെ ചോദിച്ചു കേട്ടോ. നമ്മുടെ നിധിയമ്മയുടെ അടുത്ത് ഞാൻ നിധിയമ്മ എന്ന് വിളിക്കാം. തൂ നൊമ്പറെ നിധിയമ്മ. Nidia. നിധിയമ്മ. നിധിയമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടത്തെ ഭരിക്കുന്ന ആളെ ഇഷ്ടമാണെന്ന്. അപ്പം വാവ്, ഇവിടെ താണ്ടെ ഫൗണ്ടനും അവരുടെ കാർലോ ഫൊൻസേക്ക അംദോർ റവല്യൂഷണറി. അദ്ദേഹം ഇവിടത്തെ റവല്യൂഷണറിസ്റ്റ് ആണ് കേട്ടോ ഇദ്ദേഹം. പിന്നെ ഇവിടെ നമ്മുടെ തോമസ് ജോർജ് മാർട്ടിനാസ്. എന്തോ പറയുന്നു എന്റെ അടുത്ത്. ചിലപ്പോ കോക്രിയൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സെനിറീത്ത ഉനോ ഫോട്ടോ. പുള്ളിക്കാരിയാണ് കേട്ടോ എനിക്ക് ഫോട്ടോ എടുത്ത് തരുന്നത്. ഉനോ ഫോട്ടോ പുള്ളിക്കാരിയാണ് കേട്ടോ. മുച്ചോ ഗ്രാസിയാസ്. തു നോംബ്രെ. ഓക്കെ പ്രോബ്ലമോ? ഓക്കെ ലസിയാന്തോ. അവര് പേര് പറയാൻ മടിക്കുന്നു, കാരണം വീഡിയോയിലല്ലേ. കാരണം ഈ രാജ്യത്ത് ഒന്നാമത് വീഡിയോ എടുത്തിട്ട് ഇടുന്നതൊക്കെ കുറച്ച് ഇതാണ് കേട്ടോ. ഇവിടെയും റവല്യൂഷണറീസാ. ഇതും വേറൊരു റവല്യൂഷണറിസ്റ്റ് ആണ് കേട്ടോ. അദ്ദേഹം മരണപ്പെട്ടത്, അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുമ്പോൾ ലൊപ്പേസ് എസ്ലാബോൺ വിതാൽ എന്നാണ്. മനാഗ്വ നെക്കാരാഗ്വ ലിബറേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഇതാണ്. അവിടെ തീ കത്തുന്നുണ്ടോ? ഈ കാണുന്നതാണ് ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ പബ്ലിക് ഹൗസ്, ല കാസ ദെ ലോസ് പോബ്ലോസ് പബ്ലിക് ഹൗസ്. ഈ കാണുന്നത് നമ്മുടെ സെന്ററിൽ വരുന്നത്, ഈ കാണുന്നത് ഇവിടുത്തെ പണ്ടത്തെ ഒരു കത്തീഡ്രലാണ്. പക്ഷേ ഇത് പിന്നീട് എർത്തുകൈക്ക് വന്നു, അത് നല്ലപോലെ പുനർനിർമ്മിച്ചില്ല. അതുകൊണ്ട് ഇപ്പൊ ഫംഗ്ഷൻ അതാവാതെ കിടക്കുവാണ്. അതായത് ആളുകളെയൊന്നും അങ്ങനെ കയറ്റുന്നില്ല, സേഫ് അല്ലെന്നാണ് പറയുന്നത്. അതിന്റെ ഇപ്പുറത്തായിട്ട് കാണുന്നതാണ് ഇവിടുത്തെ നാഷണൽ പാലസ്, പലസിയോ നാഷണൽ. അവിടെ നിങ്ങൾക്ക് രണ്ട് ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ കാർലോസും
ആ കാണുന്നത് നമ്മുടെ സാന്റിനോ. ഇവർക്കെന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ്. അതായത് സാന്റിനോ എന്ന് പറയുന്ന ആള്, ഒരു തൊപ്പിയും വെച്ച് കുതിരക്കാരനായിട്ടുള്ള ഈ പുള്ളി എന്ന് പറയുന്നത് പണ്ട് ഒരു ഗറില്ല വാർ അമേരിക്കക്കെതിരെ, അമേരിക്ക വന്ന് ഇവിടെ അടച്ചു തുടച്ച് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. 1930-20 കാലഘട്ടത്തിൽ അമേരിക്ക വന്ന് ഫൈറ്റ് ചെയ്തു. അപ്പൊ പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്തു അമേരിക്കയെ തുരത്താൻ വേണ്ടി ശ്രമിച്ച ഒരു വമ്പൻ ഇവിടുത്തെ യഥാർത്ഥ റെവല്യൂഷണറിസ്റ്റ് ആണ്. പക്ഷെ 1930 ശേഷം ഇവിടുത്തെ ഒരു എന്താ പറയുക സ്വേച്ഛാധിപത്യമായിട്ടുള്ള ഒരു കുടുംബമായിട്ടുള്ള നമ്മുടെ സമൂസ ഫാമിലി, ഞാൻ സമൂസ ഫാമിലി എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു സ്വേച്ഛാധിപത്യമായിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ആ ഒരു സ്വേച്ഛാധിപത്യത്തെ തകർക്കാൻ വേണ്ടി നമ്മുടെ സാന്റിനോ എന്ന് പറയുന്ന വിപ്ലവകാരിയുടെ കുറെ ആശയങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് കഥാപാത്രമാക്കി കമ്മ്യൂണിസ്റ്റ് രീതിയിൽ നമ്മുടെ ക്യൂബൻ റെവല്യൂഷനിൽ നിന്നൊക്കെ എന്താ പറയുക ഇൻസ്പയർ ആയിക്കൊണ്ട് കാർലോസ് എന്ന് പറയുന്ന ആള്, പുള്ളിക്കാരൻ നമ്മുടെ ഒരു ചെങ്കൊടിയും കറുത്ത കളറും കൂടെ ഉള്ള മിക്സഡ് ആയിട്ടുള്ള ഇവിടുത്തെ ആളുകളുടെ FSNL എന്ന് പറയുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. എന്നിട്ട് അദ്ദേഹം അതിനെ തീ കൊളുത്തി ആളുകൾക്ക് അതിൽ എരികേറ്റി ആ ഒരു എന്താ പറയാ സ്വേച്ഛാധിപത്യമായിട്ടുള്ള ഫാമിലി എടുത്തു കളഞ്ഞു. അപ്പൊ ഇദ്ദേഹമാണ് ഇവിടുത്തെ FSNL എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി, ഇപ്പൊ ഭരിക്കുന്ന ഒർത്തേഗ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അപ്പം ഇത് രണ്ടും ഇവിടുത്തെ റെവല്യൂഷണറി ഹീറോകളാണ് കേട്ടോ. ഇവിടുത്തെ ചെഗ്വേര എന്നൊക്കെ പറയില്ലേ, ആ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ സാന്റിനോയുടെ പുള്ളിയുടെ ക്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പ്രസിദ്ധമാണ്. അതിനടുത്തായിട്ടാണ് ഇവിടെ ഫൗണ്ടനും ഇവിടുത്തെ ഒരു ചെറിയ ഗാർഡൻ. ഈ ഗാർഡനിൽ ഫുള്ള് നമ്മുടെ നാട്ടിലെ അതേ സസ്യങ്ങൾ തന്നെയാണ്. അവിടെ നമ്മുടെ സാന്റിനോയുടെ ക്യാപ്പും സാന്റിനോയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ റെവല്യൂഷണറി ലീഡർ. ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ പൈസ കൊടുക്കണം. മാത്രമല്ല ഇതിൻ്റെ അകത്ത് കുറച്ച് ബോറാണ്, എനിക്ക് കുറച്ച് ബോറാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം കയറുന്നില്ല. നമ്മുടെ ഫ്ലാഗ് പാറി പറക്കുന്നുണ്ടോ. ഭൂകമ്പത്തിൽ തകർന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രിസ്ത്യൻ പള്ളിയുടെ ഇതാണ് നമ്മുടെ സാന്റിനോ, നമ്മുടെ കാർലോസ്, ഇത് നമ്മുടെ എൻട്രൻസ്. ഇവിടെ കുറേ വിദേശികളൊക്കെ വന്ന് കാണാനായിട്ട് വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്തായിട്ടുള്ള ഒരു നാഷണൽ മ്യൂസിയം എന്ന് പറയുന്നത്. ഇവരുടെ പബ്ലിക് ഹൗസിന് മുന്നോടിയായിട്ടും അവിടെ ഉള്ളത് ഒന്ന് സാന്റിനോയും അദ്ദേഹത്തിൻ്റെ കോട്ടും അദ്ദേഹത്തിൻ്റെ ഹാറ്റുമാണ് വളരെ ഫേമസ്. പിന്നെ ഇവിടെ നമ്മുടെ റുവൻ ദരിയോ എന്ന് പറയുന്ന ഇവരുടെ ഒരു ലിറ്ററേച്ചർ ആളാണ് കേട്ടോ, ഭയങ്കര ഒരു എഴുത്തുകാരൻ, പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളാണ്. പുള്ളിയും വലിയൊരു സംഭവമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. പ്ലായ, അതായത് നമ്മുടെ ബീച്ചല്ല നമ്മുടെ ലേക്കിൻ്റെ ബീച്ച് അടുത്തെത്തി. ഈ കാണുന്ന സാധനമാണ് കേട്ടോ. എന്താണെന്ന് ഞാൻ കുറേ അന്വേഷിച്ച് നടക്കുന്നത്. ഇപ്പം കുറച്ച് നെറ്റ് ഉണ്ടായിരുന്നു, ആ സമയത്ത് ഓൺലൈനിൽ നോക്കാൻ പറ്റിയില്ല. ഇനി ഞാൻ എന്തായാലും നോക്കുന്നില്ല. ഇതെന്താണ് ഈ സാധനമെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കമന്റ് ചെയ്യും. ലാഗോസോലാത്രാങ്. അപ്പോ നിങ്ങൾ കമന്റ് അടിക്കുന്നവർക്ക് ഞാൻ എന്ത് തരണം? എന്റെ സ്നേഹം തരുന്നതാണ്. പറ്റുമെങ്കിൽ ഞാൻ എന്തെങ്കിലും സുവനീർ നിങ്ങളുടെ പോസ്റ്ററിൽ അയച്ചു തരാൻ പറ്റുമെങ്കിൽ. ഞാൻ ഉറപ്പ് പറഞ്ഞില്ല, കാരണം കുറെ പേര് കമന്റ് അടിച്ചാൽ പിന്നെ കുറെ നാൾക്ക് ശേഷമായിരിക്കും നാട്ടിൽ വരുന്നത്, അപ്പൊ പിന്നെ മറന്നു പോകും. അപ്പോ നിങ്ങൾ പറയുക കേട്ടോ. കാണുന്നതാണ് ഇവിടുത്തെ നാഷണൽ തിയേറ്റർ, ഇവരുടെ നാഷണൽ തിയേറ്ററാണ്. നാഷണൽ തിയേറ്റർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന പ്ലായയ്ക്ക് മുന്നിലാണ്. പാവം വെയിലടിച്ച് നടക്കും. നോക്കിക്കേ, വെയിലിന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ബീച്ചിന്റെ അടുത്തായിട്ട് ഇവിടെ ഇവരുടെ മനാഗോ സ്ട്രീറ്റിനെ ഫുള്ളായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഈ കാണുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് പെഡഗസ്യോ, ഇത് ഹിറ്റാച്ചി ബിൽഡിങ്. ഇവിടുത്തെ സ്ട്രീറ്റിനെ അവർ അതുപോലെ കാണിച്ചിരിക്കുകയാണ്. ഇത് ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, വർഗാസ്, കാസ, പനാം. ഇത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് തകർന്നതിന്റെ ആണോ? ഇത് ബാങ്ക്, നാഷണൽ ബാങ്ക്, നിക്കാരാഗോയുടെ ബാങ്ക് ഓഫ് നാഷണൽ പാലസ്യോ, നോ ബാങ്കോ. ഇതെന്ത് ബിൽഡിംഗ് ആണോ മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളാണ്. ഇത് ഇവര് എന്തിനു ഷോക്കേസ് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഇതെന്താന്തോ കേട്ടോ സംഭവം മനസ്സിലായി. ഇവിടെ ഉള്ള സ്ട്രീറ്റിനെയാണ് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ നാഷണൽ തിയേറ്റർ. പിന്നെ ഈ കാണുന്നത് നാഷണൽ പാലസ്. ഇത് നമ്മുടെ ഇവിടുത്തെ ചർച്ച്. നിങ്ങൾ കാണിച്ചു തന്നായിരുന്നല്ലോ. ഇവിടെ ചർച്ച്, ഇവിടെ നമ്മുടെ നാഷണൽ പാലസ്, ഇവിടെ നമ്മുടെ പബ്ലിക് ഹൗസ്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നായിരുന്നു. അതെല്ലാം അവരിവിടെ ഒന്ന് സെക്യൂരിറ്റി കാണിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിന്റെ അണ്ടറിലൂടെ ട്രെയിൻ പോകുന്നു. അവിടെ Ronda Río. Y aquí es de pasar el tren. Tren. Mira, ahí te Sí, sí.
Ya bien eso es. Y ya te pasamos ahorita. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ലാഗോ സൊലത്തലാൻ. സൊലത്തലാൻ ലേക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ലേക്ക്. ഇതാണ് ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തും കുറേ മലകളുണ്ട്. ആ മലകളിലെ പല മലകളും വോൾക്കാനിക് മലകളാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും വോൾക്കാനുകളാണ്. നല്ലൊരു ഏരിയ. അങ്ങോട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ്. ഒരു പാർക്കാണ് കേട്ടോ, അക്വാട്ടിക് പാർക്ക് എന്നാണ് ഈ പാർക്കിനെ അവർ വിളിക്കുന്നത്. ഓ അഡിയോസ്, എന്നെ തേച്ചിട്ട് പോകുന്നുണ്ടോ. ഇവിടെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ലിയോണിലെ കത്തീഡ്രലില്ലേ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച കഴിഞ്ഞ ദിവസം എപ്പിസോഡിൽ കാണിച്ചു തന്നില്ല, ആ കാണുന്ന കത്തീഡ്രലാണ്. ഇത് വേറെ പല ബിൽഡിങ്ങുകൾ, ഈ ഒരു രാജ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകൾ ഈ പാർക്കിൽ. അവിടെ കുറേ ചർച്ചുകൾ. ലെറ്റ്സ് ഗോ, വാമോസ്. ഇത്രയും നേരം ഞാൻ വൈഫൈ ഇട്ട് ഫോണിൽ കുറച്ച് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോ എൻ്റെ അടുത്ത് യൂട്യൂബ് കമന്റ് ഇട്ടിരിക്കുന്നു, സ്റ്റെഫനി വളഞ്ഞില്ലായിരുന്നു. സ്റ്റെഫനി ആരെന്നോ? ഞാൻ ബോർഡർ ക്രോസ് ചെയ്തു, ഹോണ്ടറാസിന്ന് എൽസാവഡോറിൽ നിന്ന് ഹോണ്ടറാസ് ബോർഡർ ക്രോസ് ചെയ്തപ്പം ഒരു എമിഗ്രേഷൻ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ എന്നാണെങ്കിൽ പറയാം, ഒരു 30-35 വയസ്സുണ്ട്, എൻ്റെ അടുത്ത് വീഡിയോയിൽ ഹായ് കാണിച്ചു. ഞാൻ അപ്പോൾ അടഞ്ഞ് പോയിട്ട് ഹലോ ഹായ് എന്നൊക്കെ സംസാരിച്ചു. അപ്പം പിന്നെ ഭയങ്കര ഷൈ കേട്ടോ. അപ്പം ആൾക്കാർ പറഞ്ഞു അങ്ങനെ അധികം റെസ്പോണ്ട് ചെയ്യാത്ത എന്തത് സ്റ്റെഫനി വളഞ്ഞില്ലേ. വളയാത്തതല്ല, വേണമെങ്കിൽ വളയ്ക്കാൻ പറ്റും, അത് വേറെ കാര്യം. ബട്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്റ്റെഫനി ചേച്ചിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ. ഓക്കെ, വാമോസ് വാമോസ്, പവർ ഡാൻസ് ഡാൻസ്. എന്തോ പാർക്കിൽ വന്നതാണ് കേട്ടോ. ഗ്രാസിയാസ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കാണ്. ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അവർ പൈസ വെച്ചിട്ട് വാങ്ങിച്ചിട്ട് അകത്തോട്ട് കയറ്റുന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. സെയിം സംഭവമാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇത്. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം, പിന്നെ കുറച്ച് റൈഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സൽവദോർ അലേന്ത, ഇത് ഏത് പുള്ളിയാന്തോ. കുറേ ഭക്ഷണശാലകൾ എന്തൊക്കെയുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ചാക്കിട്ട് മൂടിയ കവായോ നമ്മുടെ ഇവിടെ വേണമെങ്കിൽ നമുക്കിന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. ഈ മലയുമായിട്ട് സാമ്യമുള്ള ഒരു ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടെ എന്തോ ബോട്ടിൻ്റെ റൈഡ് ഉണ്ടെന്ന് തോന്നുന്നു ഈ കാണുന്ന ഭാഗത്ത്. ആ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ഗെയിംസ്, സാധനങ്ങൾ. ഇങ്ങോട്ട് നമുക്ക് വെറുതെ പാർക്കിൽ ഫീ ചെയ്തിട്ട് നമുക്ക് ഇവിടേക്ക് വന്ന് നടക്കാനൊക്കെ പറ്റിയൊരു നല്ല മനോഹരമായിട്ടുള്ള ഒരു പാർക്ക്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഞാൻ തളർന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇവിടെ പോയിട്ട് എന്തെങ്കിലും, ഇതൊരു മോളാണ് കേട്ടോ. ഇവിടെ പോയിട്ട് ആക്ച്വലി അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഭക്ഷണം വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, പിന്നെ ഇന്നൊന്നുമില്ല കേട്ടോ. ഇന്ന് ഞാൻ ഇനി വീട്ടിൽ പോകും, കിടക്കും. നാളെ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് 5 മണിക്ക് എണീറ്റിട്ട് എംബസി പോകണം. അതല്ല മാത്രമല്ല, ഇന്ന് ഞാനൊരു കമൻറ്റ് കണ്ടു. ഇപ്പം എൻ്റെ വീഡിയോയിൽ കൂടുതൽ എൻ്റെ മുഖമാണ് കേട്ടോ കാണിക്കുന്നതെന്ന്. ഞാൻ അമ്മയുടെ മുഖം കാണിക്കാം കുറച്ച് നേരം. Tú sing. Plaza Inter. Plaza Inter. Tú sing Spanish. La 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 la. Spanish. Spanish. La 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 la. Español. Yeah, Spanish. Español. Español, Plaza Inter. No. Canción. 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 Spanish canción. Hay que ver, baila cinta, la mujer del mandador. El agua está pitando, el hace por detrás, zapateando, zapateando, zapatea y nada más. Hay que ver a doña Inés a bailar como la cerca de Ratamná. Y por ahí no me acuerdo más. Mucho bien, mucho bien. Comida. Comida, sí. Yeah, sí. ആളിനോട് ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലുള്ള ചെറിയ കടകൾ, ചെറിയ സ്ട്രീറ്റ് വെൻഡേഴ്സ്, പിന്നെ ഇത് ATM ക്യൂ നിൽക്കുന്ന ആളുകളാണല്ലോ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ പോയ മാള് പോലത്തെ ഒരു മാളാണ് കേട്ടോ. അതിൽ നിന്നും കുറച്ചുകൂടെ കുഞ്ഞു മാളാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞ ചൈനീസ് ഫുഡ് വേണോന്ന് പറഞ്ഞപ്പോ പറയല്ലേ കോക്കറാച്ചാണ്, കോക്കറോച്ച് എന്ന് കേട്ടോ. ഇപ്പൊ അവര് ഫുള്ള് ലൈറ്റ് ഇട്ട്, മറ്റേ ഞാൻ പറഞ്ഞില്ലേ
ഈ കാണുന്ന എല്ലാത്തിലും അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെയും എല്ലാത്തിലും ലൈറ്റ് ഇട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി പിസയൊക്കെ കഴിച്ച് ഇനി ബസ്സിൽ കയറി വീട്ടിലോട്ട് പോവാം. ബസ് സ്റ്റാൻഡിലിരിക്കുക. നടന്ന് കാസാ തൂ കസിയാന്ത്രോ കസിയോ ടയർഡിൻ്റെ സ്പാനിഷും മറന്നുപോയി. എൻ്റെ സ്പാനിഷൊക്കെ മറന്നു പോകുന്നു. നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ ഇവർ വിൽക്കുന്ന. ായിട്ട് കുറേ ആളുകളിങ്ങനെ വെളിയിലൊക്കെ ഇരിക്കുവാണ്, സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ്. വൈകുന്നേരം പെണ്ണുങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടേ. കുട്ടികളെ റോഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു, വലിയ ആൾക്കാരൊക്കെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളിപ്പരിപാടി അടക്കമാണ് കേട്ടോ, ചർച്ച. ഷാലോമൊക്കെ പറഞ്ഞു. ആക്ച്വലി അത് ഹൂദിയോ ആണ്. ഹൂദിയോ എന്ന് പറഞ്ഞാൽ ജ്യൂസ് എന്നാണ്. ജൂയിഷ് ആൾക്കാരാണ് കേട്ടോ അത്. ഇവിടെ കുറച്ച് ജൂയിഷ് ആൾക്കാരായിട്ടുള്ള ആളുകളുണ്ട്. കുറേ പലസ്തീനിൽ നിന്ന് വന്ന പഴയ ജൂയിഷ് ആൾക്കാർ, പഴയ ക്രിസ്ത്യൻസ്, പലസ്തീനിയൻസ് കുറേ പേരുണ്ട്. പലസ്തീനിയൻ വംശജർ കുറേ പേരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഹലോ, പുള്ളിക്കാരിയുടെ സഹോദരനാണ് കേട്ടോ. ഹലോ ബോനോ. Hermano mío. ഹെർമാനോ, സഹോദരൻ. ബ്രദർ. സി കസേര മെയിൻ ആണ്. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഒരു കോമൺ ഏരിയ കാണും വിശ്രമിക്കാനൊക്കെ ആയിട്ട്. Hermano. മിസ്മോ ഇന്ത്യ ഹിന്ദു. മിസ്മോ ഹിന്ദു. ഇന്ത്യക്കാരെ പോലെ ഉണ്ട് കേട്ടോ ഇവരെയൊക്കെ കാണാൻ. ഇവിടെയും എന്തോ ഹല്ലേലൂയൊക്കെ പറഞ്ഞ അവരെന്തോ പ്രാർത്ഥിക്കുവാണ് കേട്ടോ ഇവിടെയും. Bendito sea el nombre del Señor. A ver. Hailing. Aleluya. Mahin. No, es que no es con L, es con N. Mahin. Bajín. Social, dice. Hablar Mahin. ¿Habla? Mahin. Sí. ഇവിടെ വൈകുന്നേരം വന്നതാ വീട്ടിൽ നിന്ന് പഠിക്കുവാണ് കേട്ടോ. കുട്ടിയും ഇത് കുട്ടിയുടെ അമ്മ. റൂമിലേതോ ഒരു തേള് കയറി, വിഷമുള്ള തേളാണ് കേട്ടോ. അതിനെ ഇവിടെ കൊല്ലുവാണ്. സ്കോർപ്പിയോൺ. ഇതാണ് നമ്മുടെ നേരത്തെ കുട്ടി കണ്ടില്ലേ, പീക്ക. യെസ്, കൊന്നു കേട്ടോ അവസാനം. കേട്ടോ. സോറി ബ്രോ. Mamá del bro preguntando que cómo estás, okay. que hicimos, que dónde estás, que si estás bien, que si todo de la mascarilla. Te voy a sobarle los pies, le digo yo. അയ്യോ, എന്നെ ഇവിടെ കൊണ്ടയച്ച നമ്മുടെ ബ്രോ ഇല്ലേ, ബ്രോ എപ്പോഴും വിളിക്കുവാണ്. ബ്രോന്റെ അമ്മ എപ്പോഴും വിളിക്കുവാണ്. അവൻ എങ്ങനെയുണ്ട്, കൊള്ളാമോ, സുഖമാണോ, അവൻ ഓക്കെ ആണോ. എല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര കാര്യം. അപ്പോൾ ഞാൻ ഇനി കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ്. Buenos noches. Buenas noches. YouTube, buenos noches. അപ്പോൾ buenos noches.